നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗോബി ഫ്രൈഡ് റൈസ്. ഇത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഇഷ്ടമാവും ഇത്. വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടമാവും. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: വെള്ളം 5 കപ്പ്, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കോളിഫ്ലവർ 200 ഗ്രാം, മൈദ 4 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, റെഡ് ഫുഡ് കളർ 2 തുള്ളി, സൺഫ്ലവർ ഓയിൽ വറുക്കാൻ ആവശ്യത്തിന്, ബസ്മതി അരി 1 കപ്പ്, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ, ക്യാബേജ് 2 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, സ്പ്രിംഗ് ഓണിയൻ 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കോളിഫ്ലവർ തിളപ്പിക്കുമ്പോൾ അതിൽ പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ്. ഇനി ഇതിലോട്ട് 200 ഗ്രാം കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം തോർത്തി കളയണം. അതിന് ഒരു അരിപ്പയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. പക്ഷേ കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എരി നല്ലപോലെ കൂടും. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും കളർ അത്രയ്ക്ക് വരില്ല. അപ്പോൾ നമുക്ക് 1-2 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വല്ല പാർട്ടിയോ ഫങ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളർ ചേർക്കാം. ഇപ്പം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ലൂസായിട്ട് കുഴക്കരുത്. ഏകദേശം ദോശമാവിൻ്റെ തിക്നെസ്സിൽ കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വയ്ക്കുക. പാന് ചൂടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോളിഫ്ലവർ ഇടുമ്പോൾ ഓരോന്നായിട്ട് ഇടാൻ ശ്രമിക്കുക. എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ ഒട്ടി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് കൊടുക്കുക. ഇനി ഒരു സൈഡ് ശരിയായിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ അളവ് പോലെ ഇരിക്കണം. വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല. കൂടിയിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇത് വെള്ളം തോർത്തിക്കളയാണ് ചെയ്യുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വയ്ക്കാം.
ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബാക്കി എല്ലാത്തിലും നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കമാണ് ചേർത്തത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിയുടെ അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ കോളിഫ്ലവറിലും പിടിക്കും. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കും. ചോറ് ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പം വെജിറ്റബിൾസ് എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇളക്കാൻ. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി സർവിങ് ഡിഷിലോട്ട് മാറ്റുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ സ്പ്രിംഗ് ഓണിയനും എല്ലാ ഭാഗത്തും എത്തും. ഞാനിപ്പോൾ സർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ, അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.